ചിറ്റൂർക്കാവ് പഴയന്നൂർക്കാവ് ക്ഷേത്ര ഉപദേശക സമിതിയുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രാമായണ പാരായണത്തിന് തുടക്കമായി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായാണ് ഒരു മാസം നീണ്ടുനിൽക്കുന്ന ഭക്തിസാന്ദ്രമായ പരിപാടിക്ക് പ്രാരംഭം കുറിച്ചത്. മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. എൻ സോമശേഖരൻ കോട്ടയം, വിജയരാഘവൻ നെന്മാറ എന്നിവരാണ് രാമകഥാ പ്രഭാഷണം നടത്തുന്നത്. ദേവസ്വം ഓഫീസർ PV സജീവ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സാധാരണ മനുഷ്യർക്ക് വിശദീകരിച്ചു തന്നത് കഥകളിലൂടെയാണ്. ആ കഥകളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കരുത്. ആ കഥകൾ പ്രദാനം ചെയ്യുന്ന സാരാംശത്തിലൂടെ ധർമ്മത്തെ കണ്ടെത്താനുള്ള യാത്ര നാം നടത്താം. അത് എന്താണോ പ്രതിനിധാനം ചെയ്യുന്നത്, പ്രസരിപ്പിക്കുന്നത്, അത് ഉൾക്കാഴ്ചയോടുകൂടി കണ്ടെത്താൻ നമുക്ക് സാധിക്കും. രാമായണമാണെങ്കിലും നമ്മുടെ മറ്റ് മഹാഭാരതമാണെങ്കിലും മറ്റ് നമ്മുടെ ഇതിഹാസങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ഒക്കെ അത് പാരായണം നടത്തുമ്പോൾ, അത് വിശദീകരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ സാരാംശത്തെ അത് ആ അർത്ഥത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നമുക്ക് ഇന്ധനമായി തീരാൻ, പുതിയ തലമുറയ്ക്ക് വഴിവിളക്കായി മാറ്റാൻ, ഒരു കടലിന്റെ തീരത്ത് നിൽക്കുന്ന ദീപസ്തംഭം പോലെ ഈ കഥകൾ മുഴുവൻ പ്രസരിപ്പിക്കുന്ന സന്ദേശം ഒരു തലമുറയ്ക്ക് വഴികാട്ടിയാകാൻ കഴിയേണ്ടതായിട്ടുണ്ട്. റിട്ടയർഡ് അധ്യാപിക രമണി രാമായണ പാരായണം നടത്തി. ഏത് കാലം വരെ ഭൂമിയിലെ സമുദ്രവും പർവ്വതങ്ങളും ഉണ്ടായിരിക്കുന്നുവോ അത്രയും കാലം. അതില്ലാത്തൊരു കാലം ഉണ്ടാവില്ല. ഏത് കാലത്തും രാമായണത്തിനും ഹനുമാനും രാമനും സീതയ്ക്കും എന്നും പ്രസക്തിയുണ്ട്. അവരുടെ കഥകൾ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും. ഈ കർക്കിടക മാസം നമ്മുടെ മാത്രമാണ്, മലയാളികൾക്ക് മാത്രമേ കർക്കിടകം. കർക്കിടകമല്ല, കർക്കിടകം. പലപ്പോഴും എഴുതി കാണുന്നുണ്ട് കർക്കിടകം. ഈ വേണ്ട, കർക്കിടകം അത് തെറ്റാണത്. കർക്കിടകം നമ്മൾ ശ്രദ്ധിക്കില്ല. പറഞ്ഞു ആരോ എവിടെ എങ്ങനെയോ പറഞ്ഞു വന്നതാണ്. അങ്ങനെ ആരെയും നമുക്ക് പറയാനൊന്നും പറ്റില്ല. നമ്മൾ അതിൽ തന്നെ തിരുത്തുക, അത്രയേ ഉള്ളൂ. അപ്പൊ കർക്കിടകം നമ്മുടേത് മാത്രമാണെങ്കിലും രാമായണം നമ്മുടെ മാത്രമല്ല. എല്ലാ ലോകം മുഴുവൻ ഏഷ്യൻ കൺട്രീസിലൊക്കെ ഇത് പരന്നിട്ടുണ്ട്. അച്യുതമേനോൻ സ്വാഗതം പറഞ്ഞു. ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.